പൊന്നാനി തുറമുഖത്ത് സ്വകാര്യ വ്യക്തികളുടെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച കപ്പൽ നിർമ്മാണശാല വരില്ലെന്ന് ഉറപ്പായി. കെ.പി. നൌഷാദ് അലി എം.എൽ.എ മാരിടൈം ബോർഡ് എം.ഡി ജെറോമിക് ജോർജുമായി ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. ചില സ്വകാര്യ വ്യക്തികൾ അവരുടെ വെസൽ നിർമ്മാണ സംരംഭം ആരംഭിക്കാൻ പൊന്നാനി ഹാർബറിലെ കണ്ണായ ഭൂമി ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾക്ക് പൊതുവികസനവുമായി ബന്ധമില്ലെന്ന് എം.എൽ.എ പറഞ്ഞു. കപ്പൽ നിർമ്മാണം, തുറമുഖ വികസനം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൽ വീണുപോകുന്നവരല്ല പൊന്നാനിക്കാരെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്ന് കെ.പി. നൌഷാദ് അലി അഭിപ്രായപ്പെട്ടു. വെസൽ നിർമ്മാണം ഉൾപ്പെടെ ഏത് സംരംഭവും ചെയ്യാൻ ആളുകൾക്ക് അവകാശമുണ്ട്. സ്വന്തമായി ഭൂമി വാങ്ങി അത് ചെയ്താൽ വേണ്ട പിന്തുണ നൽകും. അതിനു പകരം ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗം അടച്ച് ചുളുവിൽ കണ്ണായ ഭൂമി തരപ്പെടുത്താനുള്ള കുതന്ത്രങ്ങൾ വിലപ്പോവുകയില്ല. സർക്കാർ ഭൂമി ലഭിക്കുന്ന പക്ഷം വെസൽ നിർമ്മാണത്തിന് ഹൈദരാബാദിൽ നിന്ന് വരുന്ന ഒരു കമ്പനിയുടെ ആവശ്യം പൊന്നാനിയിലില്ല. സർക്കാർ ഭൂമി വിട്ടുകിട്ടുന്ന പക്ഷം തീരദേശത്ത് സഹകരണ സംഘം രൂപീകരിച്ച് വെസൽ നിർമ്മാണത്തിന് മുൻകൈയെടുക്കാൻ സാധിക്കുമെന്ന് എം.എൽ.എ അറിയിച്ചു. മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി ആനുപാതിക വികസന കുതിച്ചുചാട്ടം പൊന്നാനി തുറമുഖത്തിനുണ്ടാകും. സ്വകാര്യ സംരംഭവുമായി കടന്നുവന്ന് ഭൂമി കയ്യേറിയാൽ അത് മിഷൻ സമുദ്രക്ക് വിഘാതം തീർക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട് കരാർ അന്തിമമാക്കിയ കമ്പനിയെ തുരത്തിയാണ് സ്വകാര്യ വ്യക്തികൾക്ക് പൊന്നാനി ഹാർബർ ഒഴിപ്പിച്ച് തീരെഴുതാൻ പിണറായി സർക്കാർ തിടുക്കം കാട്ടിയതെന്നും 1.75% ലാഭം സർക്കാരിന് വാഗ്ദാനം ചെയ്താണ് ഹൈദരാബാദ് കമ്പനി മുന്നോട്ട് വന്നത്. ഇതിന്റെ 10 ഇരട്ടി ലാഭം സർക്കാരിന് നൽകി സമാന സംരംഭം തുടങ്ങാൻ കഴിവുള്ള ഒരു ഡസൻ പേരെങ്കിലും പൊന്നാനിയിൽ മാത്രമായുണ്ടെന്നും തിടുക്കപ്പെട്ട് കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കാനുള്ള നീക്കം ദുരൂഹമാണെന്നും എം.എൽ.എ കൂട്ടിച്ചേർത്തു. അടുത്ത മാസം കപ്പൽ നിർമ്മാണശാല പ്രവർത്തനം തുടങ്ങുമെന്നും 2027 ഡിസംബറിൽ ആദ്യ കപ്പൽ പുറത്തിറക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത്. പരമാവധി 120 മീറ്റർ നീളമുള്ള കപ്പലുകൾ പൊന്നാനിയിൽ നിർമ്മിക്കുമെന്നാണ് അവകാശവാദം.